കണവ ഫ്രൈ, കൂന്തൽ ഫ്രൈ എന്നും പറയും. ഈ റെസിപ്പിയിൽ കണവ റിങ്സായി കട്ട് ചെയ്യുന്നില്ല. സാധാരണ മീൻ വറുക്കുമ്പോൾ വരഞ്ഞു കൊടുക്കുന്നത് പോലെ വരഞ്ഞിട്ടുണ്ട്. കണവ ചെറുതായി കട്ട് ചെയ്യാതെ ഫ്രൈ ചെയ്യുമ്പോൾ അരപ്പ് പിടിക്കണമെങ്കിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. അരപ്പുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പറയാം. കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത്, പെരുംജീരകത്തിൻ്റെ പൊടി, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഇത്രയും കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴമ്പ് പോലെ ആക്കിയെടുക്കണം. ഇതാണ് ഫ്രൈ ചെയ്യാനുള്ള അരപ്പ്. ലെമൺ ജ്യൂസിന് പകരം വിനീഗറും ചേർക്കാം. ലെമൺ ജ്യൂസാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അരപ്പുണ്ടാക്കി കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് ഒതുക്കി വെക്കുകയാണെങ്കിൽ മാരിനേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. കൂന്തലിൻ്റെ മേലെ മറ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കരുത്, അത് ടേസ്റ്റ് കാണത്തില്ല. ഇതേമാതിരി അരപ്പുണ്ടാക്കി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാത്രമല്ല കണവയുടെ ഉള്ളിലും അരപ്പ് പുരട്ടാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ഈ ഫ്രൈക്ക് കിട്ടുകയുള്ളൂ. പെരുംജീരകത്തിൻ്റെ പൊടിക്ക് പകരം ഗരം മസാല ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. മാരിനേഷൻ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കണം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ എണ്ണ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത കണവ ഓരോന്നായി അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ സാവകാശം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പ്രശ്നമുള്ളത് ഇത് പൊട്ടിത്തെറിക്കും. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഇതേമാതിരി ഒരു അടപ്പ് കൊണ്ട് കവർ ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മേലേക്കും ചുറ്റുപാടുമൊക്കെ പൊട്ടിത്തെറിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്കും തരണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ആവശ്യത്തിന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്തിട്ട് എണ്ണയിൽ നിന്നും എടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കൂന്തൽ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.